നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. എങ്ങോട്ടാണെന്നറിയണ്ടേ? ചേപ്പാറ റോക്ക് ഗാർഡനിലേക്ക്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം എല്ലാവർക്കും അത്ര പരിചിതമാകണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ചേപ്പാറ റോക്ക് ഗാർഡൻ. സ്ഥലത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും വിശേഷങ്ങളും എല്ലാം തന്നെ അറിയണ്ടേ? നമ്മൾ എത്താറായിട്ടോ. വടക്കാഞ്ചേരിക്കടുത്ത് തെക്കുംകര പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ്. തൃശ്ശൂർ അത്താണി പൂമല ചേപ്പാറ റൂട്ടിലാണ് 500 മീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പാറ. ഈ ഒരിടത്തേക്ക് എന്തിനാണ് ഇത്രയധികം ആൾക്കാർ വരുന്നതെന്ന് അറിയണ്ടേ? പാറകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ തടാകം, തടസ്സമില്ലാത്ത ഒരു ദൂരക്കാഴ്ചയും മുനിയറകളും ഇതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ഈ ഒരു പാറയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിന് മുകളിലേക്കൊന്ന് കയറണമെന്ന് അറിയാതെ തോന്നിപ്പോകട്ടോ. പ്രായഭേദമന്യേ ആൾക്കാർ അങ്ങോട്ട് കയറുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്നോ? ഇവിടെ പിടിപ്പിച്ചിരിക്കുന്ന റെയിലിങ്സ് ആണ്. ഈ ഒരു കുത്തനെയുള്ള പാറ കയറി കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്, കൂടെ ഒരു അഡ്വഞ്ചർ ഫീലിംഗും. കൂടുതലായിട്ടും വിസിറ്റേഴ്സ് ഇവിടെ വരുന്നത് ഏകദേശം ഒരു 5 മണി കഴിയുമ്പോഴൊക്കെയാണ് കേട്ടോ. കാരണം എന്താണെന്നല്ലേ? സൺസെറ്റ്, ഈ ഒരു ഹിൽ ടോപ്പിന് മുകളിൽ നിന്നും സൺസെറ്റ് കണ്ട് ആസ്വദിക്കാനായിട്ടാണ്. ട്രക്കിങ്ങിനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വരാൻ പറ്റിയ ഒരു നല്ല ഒരു പ്ലേസ് ആണ്. ഈ ഒരു ഹിൽ ടോപ്പിന്റെ ശാന്തതയിൽ നിന്ന് ഒരു പനോറമിക് വ്യൂ, അതും ഒരു ബേർഡ്സ് ഐ വ്യൂ ഓഫ് വടക്കാഞ്ചേരി നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാണ്. മനോഹരമായ പ്രകൃതിയെ പൊതിഞ്ഞുള്ള ആ കാറ്റിൽ അലിഞ്ഞു ചേർന്ന് ഇവിടെ നിന്നും സൺസെറ്റ് കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കുറേയധികം പാറക്കൂട്ടങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതിനെ ചേപ്പാറ എന്ന് വിളിക്കുന്നു. ട്രാവലേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ പറ്റിയ ഒരിടം തന്നെയാണിത്.
വൈകുന്നേരങ്ങളിൽ ഈ ഹിൽ പോയിന്റിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കാനും വെറുതെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറേയധികം ആളുകളാണ് എപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. Searching for glory, I'm a strong winner. Don't mean the ball cause I'm a hard hitter. Only be swimming in the deep river. I'm a love giver. എത്ര തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും അവിടുത്തെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം കേട്ടോ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഇവിടെ സ്ലിപ്പറി ആവാൻ സാധ്യതയുണ്ട്. ചേപ്പാറ എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ചരിത്രശേഷിപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ, അതിന് കാരണമുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചേപ്പാറയിലാണ് മുനികൾ താമസിച്ചിരുന്നത്. അവർ താമസിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തിരുന്ന സ്ഥലം മുനിയറകൾ. ഇവിടെ ഏകദേശം 3 മുനിയറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫെൻസിങ് കെട്ടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് മഹർഷിമാർ താമസിക്കുകയും തപസ് ചെയ്യുകയും അവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നത് ഈ മുനിയറകളിലാണ്. അവരുണ്ടാക്കിയ ഈ ഒരു വലിയ ഗുഹയിൽ ഒരു ചാമ്പറോ അതിൽ കൂടുതലോ ചാമ്പറുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ അതിലൊരു ചാമ്പറേ കാണാനുള്ളൂ. എല്ലാം മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ്. വർഷങ്ങൾ കുറേ എടുത്തില്ലേ.
വലിയ പാറയുടെ ഇരുവശങ്ങളിലേക്ക് നടക്കാനായിട്ട് കുറേ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോയാലോ? ഇവിടെ നമുക്ക് കാണാം ചെറിയൊരു തടാകം. ഇവിടെ നമ്മൾ വന്നാലേ കാറ്റും കൊണ്ട് അങ്ങ് നടന്ന് സമയം പോകുന്നത് അറിയേയില്ല. അപ്പം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് ഇനി ഇറങ്ങാൻ നോക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ ഓടി ഇറങ്ങുകയാണ്. പക്ഷേ ഹാൻഡ് റെയിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സേഫ്റ്റി. ചേപ്പാറയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു കൂടിക്കാഴ്ച ഈ ചേപ്പാറ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വേറൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കാണാനിടയായി വളരെ നാളുകൾക്ക് ശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. ഞങ്ങളുടെ യാത്രകളിലെ വിശേഷങ്ങളും സന്തോഷങ്ങളും അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വന്നോളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് 777 at Jack Jones.